which are the heavenly body that revolve around planets. Planetsന് ചുറ്റും പോയിക്കൊണ്ടിരിക്കുന്ന heavenly bodiesനെ എന്ത് പറയും? One word answer ആണ് നമ്മൾ പറയേണ്ടത്. അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് പേരാണ് പറയുക എന്നുള്ളതാണ്. എന്താണ്? എന്താണ് ദേവപ്രിയ? Satellites. Yes, satellites. Satellites. എഴുതുക അവിടെ satellite. പെട്ടെന്ന് എഴുതുക. Satellite. A heavenly body that revolves around planets means satellite. Satellite. These are the heavenly body revolve around the planets. Planets ചുറ്റും എന്ത് ചെയ്യുന്ന revolve ചെയ്തുകൊണ്ടിരിക്കുന്ന heavenly bodies നെ നമ്മൾ എന്ത് പറയും? Satellite. ഇതൊക്കെ പഠിച്ചു വെക്കണം. എക്സാമിന് answer in one word എന്ന് പറഞ്ഞിട്ട് വരാം അല്ലേ? One word ൽ answer എഴുതുക എന്ന് പറഞ്ഞിട്ട് വരാം. So, satellites are the heavenly bodies revolve around the planets. Then next, the outermost layer of the earth. We already studied that the layers of the earth. And what is the name of the outermost layer of the earth? Earth inde outermost layer ne nammal endu parayum? Kore layers undu ennu nammal paranju alle. And what we called the outermost layer of the earth? What is the name of the outermost layer of the earth? എന്താണ് earth inde outermost layer inde പേര് എന്നുള്ളത്? ആർക്കെങ്കിലും കിട്ടിയോ നോക്കട്ടെ? ആരും വായിക്കുന്നില്ല അല്ലേ? ആർക്കാ കിട്ടിയേ? ദേവപ്രിയയും ആൻഡ്രോസും. ആൻ ഏതാണ് മോളെ? Crust. Crust. That is crust. C-R-U-S-T. Crust. Crust is the outermost layer of the earth. Layers of the earth ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. Important ആണത്. Layers of the earth. So, the outermost layer of the earth is crust. C-R-U-S-T. Crust. Crust is the outermost layer of the earth. And then third one, the brightest planet. Which are the most brightest planet? ഏതാണ് ഏറ്റവും bright ആയിട്ടുള്ള planet? ഏറ്റവും bright ആയിട്ടുള്ള ഗ്രഹം ഏതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യദേവേ ടെക്സ്റ്റ് മറിച്ച് നോക്കണം കേട്ടോ. ടെക്സ്റ്റ് മറിച്ച് നോക്കാണ് വേണ്ടത്. ടെക്സ്റ്റ് വായിച്ചു നോക്കരുത് സമയം ഉണ്ടാവുമ്പോ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ആയിരിക്കും എക്സാമിന്. പഠിക്കാത്ത ഒരാൾക്കും മാർക്ക് ഉണ്ടാവില്ല. ഏതാ മോളെ ദേവപ്രിയ? Sun. നോ. സൺ ആണോ? ഏതാണ് മോളെ ദേവാഞ്ജന? Moon. ഏതാണ്? Moon. നോ. നമ്മുടെ ആൻ പറയുന്നത് ശരിയാണ്. Venus. Venus. That is correct. Venus. Venus ആണ് എന്ത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്. മറന്നു പോരുത്. ഇതൊക്കെ എന്ത് ചെയ്യാ? നോട്ട്ബുക്കിലേക്കൊക്കെ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. So, Venus. Venus. Then next, the largest and fast spinning planet. Then അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഇൻവെർട്ടറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ ദിവസങ്ങളായിട്ട് കറണ്ട് പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സും കട്ടാവുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇൻവെർട്ടറിന്റെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് കട്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടുന്ന് ഓഫ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മെയിൻ ഓഫ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഒന്ന് കട്ടാവും കേട്ടോ. ഓക്കെ ആയി കഴിയുമ്പോൾ പറയാം. ഷുവർ അല്ല, പക്ഷെ അവരത് റിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് നോക്കാം. ദ ലാർജസ്റ്റ് ആൻഡ് ദ ഫാസ്റ്റ് സ്പിന്നിങ് പ്ലാനറ്റ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ട് സ്പിൻ ചെയ്യുന്ന, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൻഡ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഉണ്ട്. ഏതാണത്? ഏതാണത്?
ഏതാണ് ആൻ? Jupiter. ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ ആണ് ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റ് സ്പിന്നിങ് പ്ലാനറ്റ്. ഇത് മറന്നു പോരുതേ, നോക്കി ശ്രദ്ധിച്ചു പഠിച്ചു വെക്കണേ കേട്ടോ. ദ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റ് സ്പിന്നിങ് പ്ലാനറ്റ് ഈസ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ. So Jupiter is the fast spinning planet. ഏറ്റവും നന്നായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലാനറ്റിനെയാണ് ഫാസ്റ്റ് സ്പിന്നിങ് പ്ലാനറ്റ്. So that is Jupiter. Then next നോക്കാം നമുക്ക്. The red planet. Which is the red planet? ചുവന്ന ഗ്രഹം അല്ലേ, റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അറിയോ മോളെ ഷെഫി? അറിയോ? പിന്നെ ആർക്കാണ് അതിന്റെ ആൻസർ? ആർക്കെങ്കിലും അറിയോ? ദേവപ്രിയ, അബ്ദുൾ ബാസ്തിന് അറിയോ? ഏതാണ് അബ്ദുൾ ബാസ്തെ? അൺമ്യൂട്ട് ചെയ്തേ. ഏതാണ്? ഏതാണ് മോനെ? Mars. Mars. Yes, Mars is the red planet. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണെന്ന്. എക്സാമിന് തീർച്ചയായിട്ടും വൺ വേർഡിൽ ആൻസർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്താണ് ഷെഫി? എന്താ മോളെ? അൺമ്യൂട്ട് ചെയ്ത് ഷെഫി. Miss, ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതാം. ദെൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇത് നമ്മൾ ഓൾറെഡി ടെസ്റ്റിൽ എഴുതി, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് ടെക്സ്റ്റ് വായിക്കുമ്പോഴായാലും. ദെൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയാലേ നിർബന്ധമായിട്ടും പഠിക്കൂ എന്നുണ്ടാവും അല്ലേ. ചില ആളുകൾ ടെക്സ്റ്റിലുള്ളത് അധികം ശ്രദ്ധിക്കില്ല, നോട്ടിലുള്ളതേ പഠിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാം. എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം ഇത്, വൺ വേർഡ് ആൻസേഴ്സിനൊക്കെ ചോദിക്കാം. ഓക്കെ.